ട്രെയിൻ പോയി നാളെ കാണാം. നെക്സ്റ്റ് ട്രെയിൻ ഇപ്പോൾ 30 minutes കഴിഞ്ഞിട്ട് വരത്തില്ല. നമ്മളിപ്പോൾ ഇന്ന് ട്രാം ട്രൈ ചെയ്യാൻ പോവാണ്. കൂടെ അലനുണ്ട്. ഹലോ. അപ്പോൾ എന്നാ ട്രാം കാത്തിരിക്കുകയാണ്. കുറച്ച് ആ ഡയറക്ഷനിൽ നിന്ന് ട്രാം വരും എന്നുള്ള പ്രതീക്ഷയിലായിരിക്കുന്നു. ഇല്ലെന്നൊന്നും അറിഞ്ഞൂടെ. വരും. 14 മിനിറ്റ്. ഒരു 15 minutes കഴിയുമ്പോൾ ട്രാം വരും. കഴിയുമ്പോൾ ട്രൈ ചെയ്തിട്ട് പറയാമെന്ന്. അപ്പോൾ ഇവിടുത്തെ ഒരു സംഭവമാണ്. എന്തെങ്കിലും ചോദിക്കാൻ സംശയമുണ്ടോ ഇത് ഞെക്കിയിട്ട് സംസാരിക്കാം. ഞാൻ എന്തെങ്കിലും ചെയ്യുന്നില്ല, പണി കിട്ടുന്ന സംശയമുണ്ട്. അവർ ഫ്രഞ്ച് മാത്രം മിക്കവാറും സംസാരിക്കത്തില്ല. ഫ്രഞ്ച് മാത്രം സംസാരിച്ച് ഞാൻ എന്നാ പറയാം. ഫ്രഞ്ച് മര്യാദയ്ക്ക് പഠിച്ചില്ല. മര്യാദയ്ക്ക് പഠിച്ചിട്ട് വന്നാൽ മതിയായിരുന്നു. ശരിയാവും. നല്ല തണുപ്പാണ്. ഇപ്പോൾ ജാക്കറ്റൊക്കെ ഇട്ട് സെറ്റപ്പ് ആയിട്ടാണ് ഇറങ്ങിയേക്കുന്നത്. രാത്രിയാവും ഇനി തിരിച്ചു വരുമ്പോൾ. ഇന്ന് നല്ല മഴക്കാറ് പോലെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഇച്ചിരി ഇരുണ്ടായിരിക്കുന്നത്. അപ്പോൾ രാത്രി ഒരു 8:45 ഒക്കെ ആകുമ്പോഴാണ് ഇവിടെ ഫുള്ളി ഡിമ്മായിട്ട് സൺസെറ്റായിട്ട് രാത്രിയായിരുന്നു. ട്രാം വന്നിട്ട് കാണാം. അതെ, ട്രാം വന്നില്ല. ട്രാം ഇതാണ് ട്രാം. നമ്മളെന്തായാലും ഇതിനല്ല പോകുന്നത്. അടുത്ത 10 minute കൂടെ കഴിയുമ്പോൾ വേറെ ട്രാം ഉണ്ട്, അതിന് വേണം. മുമ്പേ ഒരാൾ ഓടിക്കുന്നുണ്ട്. ഇവിടൊക്കെയാണ് അതിൻ്റെ. അപ്പോൾ നമ്മൾ ട്രാം വന്നിരിക്കുകയാണ്. ഞങ്ങൾ ട്രാമിലാണ്. ഏകദേശം ഒരു ചെറിയൊരു കമ്പാർട്ട്മെൻറ്റ് പോലെ. എന്നാലും മെട്രോയുടെ അത്ര മെട്രോയുടെ അത്ര ഇരിപ്പുണ്ട്. പിന്നെ നല്ല ഓപ്പൺ വ്യൂ, അണ്ടർഗ്രൗണ്ട് അല്ലാത്തതുകൊണ്ട് രസമൊക്കെ. കൊച്ചിയിലെ മെട്രോ മാതിരിയുള്ളൊരു ഫീല് ഏറെക്കുറെ. പക്ഷെ എത്ര സ്പീഡില്ല. ഒരു 55-65 km/h സ്പീഡിലാണ് പോകുന്നത്. രസമായിട്ട് കാണാൻ. എങ്ങനെയുണ്ട് ട്രെയിൻ? നല്ല ക്ലീനാണ്, സൂപ്പറാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ബട്ട് സ്പീഡില്ല, കറക്റ്റ് ആവും. സ്പീഡ് കുറവാണ്. ക്യാമറ സിസ്റ്റം ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നെക്സ്റ്റ് സ്റ്റോപ്പ് എന്നാന്ന് ഇങ്ങനെ എഴുതി കണ്ടി. ഇവിടെ സെറ്റ് ഓഫ് സ്റ്റോപ്സ് ഏതൊക്കെയാണെന്ന് അറിയാം. ഇപ്പോൾ ഫ്രാൻസിൽ ലില്ലെന്ന് പറഞ്ഞ സിറ്റി ആണ്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ പാർക്കിലെത്തി. കുറേ താറാവ് ഇവിടെ ഉണ്ട്. മരണത്തെ പിടിച്ച് കറി വെച്ചായിരുന്നു ആലോചിക്കാനൊക്കെ തുടങ്ങി. താറാവ് കറി ആയിട്ട് സൂപ്പർ സാധന. അതെ പിടിക്കുന്ന വേണ്ടി പറഞ്ഞിരിക്കുന്നു. എന്നെ കണ്ടത് അവൻ അവന് മനസ്സിലായി ചിലപ്പം പെശകാന്ന്. അടുത്തോട്ട് പോയി നോക്കാം. വേണ്ട, ചാടുവോ? അതിനാളാ. ഇത് കാണാൻ നല്ല രസമുള്ള പാർക്കാണ്. അവിടെ എനിക്ക് അത് താറാവിൻ്റെ കൂടാന്ന് തോന്നുന്നു. അവിടെ ഫുൾ ഫാമിലി. എന്നാ എങ്ങനെ അവിടെ പോയാ സാധനം കിട്ടും. ഓക്കെ. ഇത് കുറേ വലിയ പാർക്ക്. ഇത് അങ്ങോട്ടും കുറേ നടക്കാം. പിന്നെ അതുവഴി നേരെ ആ ഒരു ഡയറക്ഷനും കുറേ ഉണ്ട്. നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഒരു 2-3 കിലോമീറ്റേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു. ഇതൊരു ബൈക്ക്, സൂപ്പർ ബൈക്കാന്ന് തോന്നുന്നു. അത് അപ്പുറത്തോട്ടാ പോയത്. പൊട്ടിക്കുകയാണല്ലോ. എനിക്ക് വയ്യ. അപ്പോൾ അടക്കം പൊട്ടിക്കുകയുടെ. ഇത് കാണാൻ നല്ല രസമുണ്ട്. അപ്പം ഞങ്ങൾ ഇനി കുറച്ച് നേരം നടന്നിട്ട് തിരിച്ച് വീട്ടിൽ പോകും. ഇതിനു വേണ്ടി തന്നെയായിട്ട് തന്നാൽ നടക്കാൻ വേണ്ടി, ഇത് കാണാൻ വേണ്ടി. ഓൺലൈനിൽ നോക്കിയപ്പോൾ അടിപൊളി വ്യൂസിൻ്റെ ഫോട്ടോസും റിവ്യൂ കണ്ടിട്ട് വരുന്നത്. റിവ്യൂസ് ഉണ്ട്. അത്യാവശ്യം രസമാണ്. അവിടെയാണ് ഇരിക്കുന്ന റെസ്റ്റിംഗ്. ഏകദേശം ആ സൈഡ് സെൻറ്റർ പോയിന്റ് ഇതാണ് നിൽക്കുന്നത്. സെൻറ്റർ അത് ഇങ്ങോട്ട്. ഇത് പാർക്ക്. ഇത് കണ്ടിട്ട് റോട്ടിൽ കൂടെ നടക്കുന്ന പോലെയാണുള്ളത്. അവിടെ ആ സൈഡ് നടക്കാം. ആ സൈഡ് ഞാൻ കണ്ടു.
ഇതെന്നാ പാർക്കായിട്ട് കൂട്ടുകാരിക്ക് ആയിരിക്കും. എനിക്ക് ഡൗട്ടാ. ഇതുവഴി ഇറങ്ങാമോ? അല്ല അതാണോ റോഡ്? ഇവിടെ അതെ ഇതാ. അത് നോക്കാം. വാലുള്ള പക്ഷി മൈനയാണോ? മൈനയല്ല, മൈന അത്രയും വലുതല്ല. ഇവിടുത്തെ മൈന വേറെ രീതിയിലാണ്. എനിക്കിട്ട് പണി തരാൻ നോക്കിയല്ലേ? അല്ല, അങ്ങോട്ട് പാർക്കാ. ഇതൊരു പാർക്കിൻ്റെ കാര്യങ്ങളിപ്പോൾ ഇവിടെയാടാ മെയിൻ സ്ഥലം. ഇത് കൊള്ളാലോ. റോഡിലെടുക്കുക. പിന്നെ ഓർമ്മ ചെയ്ത കാർത്തിക് കോഴിക്കോടിലെ പാർക്ക് 21 സ്പോട്ടിൻ്റെ കാര്യം എന്നോട് പറയാം. ഇതിനാണ് വലിയ താറാവൊക്കെ. അയ്യോ എന്നാ സൈസ് അതിന്. എടാ അപ്പുറത്തെ സ്വാണ്. അവിടെ നടക്കാവോ? അങ്ങോട്ട് പോകണം. എൻ്റെ കയ്യിലൊന്നും ഇല്ല. ഇജ്ജ് കിട്ടും. ഇത് രസമുണ്ട്. അതാ മുഴുവൻ പെയിന്റ് അടിച്ചത്. അതിൻ്റെ ഇടയിൽ അവിടെ എല്ലാം പെയിന്റ് ഗ്രാഫിറ്റി രസമുണ്ട് കാണാൻ. സ്വിം അടിച്ച് പോകണോ? ഫുഡ് കണ്ടുപിടിക്കടാ. ഇവിടെ താറാവും സ്വാണും കുറേ ഐറ്റംസ് ഉണ്ട്. അതാണ് ഇവിടുത്തെ മെയിൻ നെയ്യുന്നത്. ആ ചെറിയ 2 ഏകദേശം ഏറെക്കുറെ അതുപോലെ. ഇത് ആർട്ടിഫിഷ്യൽ ആണ്. കനാല് പോലെ. നല്ല നാറ്റുണ്ട് കേട്ടോ. എന്തോത്തിന്റെ ഉളുമ്പ് കാണുന്നുണ്ട്. വായിക്കാൻ പറ്റുന്ന ഭാഷയാണ്, പക്ഷെ എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും അതൊക്കെ തന്നെ രസമുണ്ട് കാണാൻ. എങ്ങനെയുണ്ടാ? നല്ല തണുപ്പാ. നല്ല തണുപ്പ്. അങ്ങോട്ട് പോവാ. ഇതിന് മഴ പെയ്യുമ്പോൾ വന്ന് നിൽക്കാനുള്ള സ്റ്റോപ്പ് പോലെ. പക്ഷെ ഇത് കൊള്ളാം. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. മറ്റേ ഷെൽട്ടർ പോലെ വെച്ചേക്കുന്ന സാധനം രസമുണ്ട്. നല്ല തണുപ്പൊക്കെയാ. ഇവിടെ രാവിലെ ഒരു 5 മണി 6 മണി തന്നെ കറക്റ്റ് സെറ്റപ്പ് ആയിരിക്കും. അതാ എൻ്റെ അഭിപ്രായത്തിൽ. പക്ഷേ അപ്പോൾ ഇരുട്ടായിരിക്കും. സൺറൈസ് ടൈം വന്നാൽ മതി. സൺറൈസ് 7 o'clock 6:45 ആണില്ലേ സൺറൈസ്? അതെ അതെ. ഇവിടെ 6:45 ആയപ്പോൾ ഒരു സാൻഡ്വിച്ചും ഫുൾ സെറ്റപ്പ് ആയിട്ട് തന്നെ ഫുൾ പിക്നിക് ആക്കാൻ പറ്റും. അതെ അതെ. അവിടെ കുറേ ഇരിക്കാനുള്ള ഏരിയ ഒക്കെ ഉണ്ട്. എപ്പം എടുത്താലും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. കുറേ സീറ്റിംഗ് ഉണ്ട്. അത്ര ആൾക്കാരില്ല. അതെ, ആൾക്കാർ കുറേ. സീറ്റ് വെച്ചിട്ടുണ്ട്. ചെന്നൈയിലാണ് ഇവിടെ ആൾക്കാർ ഓടിക്കഴിഞ്ഞ് എല്ലാവരും സീറ്റ് പിടിച്ചിരിക്കും. ഫുള്ള് സീറ്റ് ആയിരിക്കും. ഈ ചെടി ഈ ട്രീ നോക്കിയോ? രസമുണ്ട്. ഞാൻ മരം വെട്ടി. അയ്യോ കട്ട് ചെയ്യോ? ചിലപ്പോൾ പണി കിട്ടുന്ന ഇത് റോഡിനടുത്തായതുകൊണ്ടായിരിക്കും. ഇതിപ്പോൾ ഏതാണെങ്കിൽ ലെഫ്റ്റ് എടുക്കാം റൈറ്റ് എടുക്കാൻ ഡൗട്ടാണല്ലോ. ലെഫ്റ്റ് എടുക്കാം. റൈറ്റ് എടുത്താൽ പണി കിട്ടുന്നതായിരിക്കും. റൈറ്റ് എടുക്കാം. ഹാർഡ് വേ ഈസി വേ. ഇതിനാണ് തണുപ്പാണല്ലോ. മുഖമല്ല അല്ലാണ്ട് ആയിട്ടുണ്ട്. എനിക്ക് ഹാർഡ് റൈറ്റ് തന്നെ എടുക്കാം. ആണ്ടോ റേറ്റ് ഒറ്റ കസേര 2 കസേര. അവിടെ 10 രൂപ കസേര ഉണ്ട്. ഞങ്ങൾ ഹാർഡ് വേ എടുത്ത് പോവാ. അത് ഹൈവേ. ഇതിനെ നീക്കില്ല. കുറേ ഉണ്ടല്ലോ. അല്ല അങ്ങനെ അതുകൊണ്ട് ആ മരം കൊള്ളാം. ഇതൊന്നും ഇവിടെ എല്ലാം തവളയുടെ ഏരിയ എന്ന് തോന്നുന്നു. താറാവ് നമ്മളെ കേട്ടത് ചാടി. തവളയോ ബ്രോ? സ്പോണ്ട് I never predicted bro spawned. കൊള്ളാം. കുറച്ച് നടക്കാനുണ്ട്. ഇതൊക്കെ ആൾക്കാർ ഓടുന്നു. അതന്നെ ആ കേവ് പോലെ. ട്രീ കച്ചറ. അല്ലല്ല അവിടെ. ഓ അതോ വാ നോക്കാം. എനിക്കറിയാം. ഞാൻ ഫസ്റ്റ് ടൈം കണ്ടില്ലേ പറഞ്ഞേ. ശരിയാണല്ലോ. നിനക്ക് കാഴ്ചക്ക് പാടുണ്ട്. ഇതെന്നാ ഇങ്ങനെ ഒരു വഴി? പ്രസിഡന്റ് അടിക്കാൻ. അതെ അതെ അതെ. ആൾക്കാർ ടീഷർട്ടും പാൻറ് ഇട്ടിട്ട് ഓടുവാടാ. അവർ ഓടുന്നോണ്ട് അവർക്ക് ബോഡി ഹീറ്റ് ആകത്തില്ലേ? ഞങ്ങളെങ്ങനെ ജാക്കറ്റ് നമ്മള് വേറെ ഒരു പണിയില്ല, ചുമ്മാ എടുക്കല്ലേ.
ഇപ്പോൾ റൈറ്റ് എടുത്ത് ആ സ്ട്രീറ്റ് അങ്ങനെ പോവാം. അത് നമ്മൾ വന്ന വഴിയല്ലേ. ആ ഓക്കെ, പിന്നെ ഇങ്ങനെ പോവാം. ഇതിപ്പം പിന്നെ റോഡിലോട്ട് ചാടി. ഈ റോഡിൽ ഇൻസൈഡിൽ ഇരിക്കുന്ന കുറച്ചൊരു ഫീല്. ആ അവിടെ പോയി നോക്കിയിട്ട് വരാം. അവിടെ ആ വരി അങ്ങനെ പോയിട്ട് പറയാം. ഷോർട്ട് കട്ട് അടിക്കുന്നത്. എനിക്ക് ലോങ് വേ വേണം, പറ്റത്തേ ഉള്ളല്ലേ. എനിക്ക് അത് ഇങ്ങനെ ആരും പോകത്തില്ല. അതുകൊണ്ടല്ലേ നമ്മളിങ്ങനെ പോകുന്നത്. അവിടെ നോക്കുന്നത്, അവിടെ പോലാർ ബിയർ. രണ്ട് താറാവ്, കുറെ താറാവുണ്ട്. ഇതേ ഇരിക്കും, കുറെ താറാവുണ്ട്. അത് വെള്ളച്ചാട്ടത്തിന്റെ ബാക്കിയെന്ന് തോന്നുന്നു. വെള്ളത്തിൽ കൂടെ പോവാന്നാണോ? ഇതുവഴി നോക്കാം, ഒറ്റതുണ്ട്. ആടാ വെള്ളച്ചാട്ടാടാ, ഓടിച്ചെന്ന് പോയിട്ട് നനയും ഏറെക്കുറെ. ഇത് കൊള്ളാം. ഇതുവഴി നമ്മളിപ്പോൾ വരാമെന്ന് വിചാരിച്ച. എനിക്ക് തോന്നി, എനിക്കൊന്ന് ഇവിടുന്ന് പമ്പ് ചെയ്ത് വിടുന്നതെന്ന് തോന്നി. അവിടെ അവിടെ ഞാൻ ഡൗട്ട് ഇവൻ ശരിയാ തെന്ന്. ഓ അതിന്റെ മുകളിൽ കൂടെ ഉണ്ട്. ഓഹോ ശരി. പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂൾ കേറിക്കോ. ഇത് എവിടെ നിന്നൊക്കെ ഈ വെള്ളം വരുന്നത്? കുറേ സ്ഥലത്തുനിന്ന്. ഡാം ഫ്രീ പാരസ്റ്റൈൻ എഴുതിയിട്ടുണ്ട്. വീഴല്ലേ. ഇത് ബേസിക്കലി സ്റ്റെപ്പ് അതായിട്ട് ഇറങ്ങിച്ചല്ലേ. നല്ല ഹൈറ്റിൽ നിൽക്കുന്ന ഒരു ഫീലിംഗ്. താഴെപ്പോയി താഴോട്ട് പോയി നോക്കാം. എന്തൊക്കെയല്ലേ തെന്ന്, നല്ലോണം ഗ്രിപ്പ് കിട്ടാത്ത സാധനമാണ്. എൻ്റെ ഇഷ്യൂ അങ്ങനെ ആയില്ല. എൻ്റെ ഇഷ്യൂ നല്ല ഗ്രിപ്പുള്ള സാധനമാണ്. ഇതുവഴി ഇനി പോയില്ലെന്നുള്ളൊരു വിഷമം വേണ്ട. ഓ മൈ ഗോഡ്, 0.6 ഇല്ല. മുകളിൽ നിന്നൊക്കെ വെള്ളം വീഴാൻ സാധ്യതയുണ്ട്. ഇവിടുത്തെ ഒരു പതിരി വണ്ടർല ഫീലാണ് തരുന്നത്. ഇങ്ങനെ വെള്ളം രസമുണ്ട്. ആണ്, നല്ല തണുപ്പാണ്, നല്ല തണുപ്പാണ് കേട്ടോ, നല്ല തണുപ്പാണ്. അതെ അതെ. ഇത് റാറ്റ് പോലെ ഇവിടെ എനിക്ക് വന്ന് പട്ടിയായിട്ട് വന്നിട്ട് കളിക്കുന്നത്. എന്നേ പട്ടി. അപ്പോൾ ഇതാണ് ബേസിക്കലി. നമ്മൾ അപ്പുറത്തെ സൈഡിലോട്ട് പോയില്ല, നേരെ നമ്മൾ വന്നതിൻ്റെ അവിടുന്ന് നേരെ. അവിടെ കോച്ചിങ് നടക്കണം. ഇത് മഴയാണ് അതിൽ തോന്നുന്ന മഞ്ഞ സംഭവം. ചിലപ്പോൾ എൻ്റെ കണ്ണാടിയുടെ ഏരിയ. ബോക്സിങ് ട്രെയിനിങ് അലം പോയി അമ്മ രണ്ടുപേരും തെറിപ്പിച്ചിട്ട് വരും. ഇല്ലടാ, with 9 years of MMA experience ഇരിക്കുന്ന ഇവിടെ ആളാണ്. അതെ. അയ്യോ, അത് അടുത്ത സ്റ്റോപ്പായിരിക്കും. ഞാൻ അവിടെ നിന്ന് വീട്ടിൽ പോവാം. വീട്ടിൽ പോകണോ? എവിടെ ഇനി പോകണ്ട? അവിടുന്ന് വണ്ടി പിടിച്ചിട്ട് നമുക്ക് അവിടെ കയറിയിട്ട് ഇനി പോവാം. എവിടം വരെ നടക്കവാ? പട്ടിണിയല്ലേ പറയേണ്ട ആവശ്യമില്ല. ന്യൂ ലോക്കില് എനർജി കുറവാ. പിന്നെ ആട്ടെ നല്ലോണം കഴിച്ചിട്ട് ഓടാൻ പോവാം. 4,000 ആയില്ലോ, 4,000 സ്റ്റെപ്സ്. അലന് 20,000 വേണം. 10,000 ഒക്കെ പറയും. അത് ബെയർ മിനിമം ആണ്. അതാണല്ലേ ട്രാം സ്റ്റോപ്പ് അത് തന്നെയല്ലേ?
ബസ് സ്റ്റോപ്പ് പോലെ അതാ മറ്റേ ആ ഈ സൈഡിലാണ് നമുക്ക് ഞങ്ങൾ പുറകോട്ടല്ലേ, അപ്പോൾ അങ്ങോട്ടല്ലേ ലെഫ്റ്റ് അല്ലേ? രണ്ടിട്ട് പോകുമ്പോ ആ എന്തായാലും സ്റ്റെപ്പ് ആവില്ലേ? ട്രാം എത്ര ഉണ്ടെന്ന് നോക്കിയിട്ട് പോകും. പിന്നെ നീ അവിടെ എത്തിയാ പിന്നെ ട്രാം എടുക്കത്തില്ലേ? അയ്യാ, അവിടെ പോൾ ചേട്ടൻ്റെ റെസ്റ്റോറൻറ്റ്. ഓ, direction രൂപ യൂറോ ടെലിപ്പോർട്ട്. ടെലിപ്പോർട്ട് തരാതെ കിടന്ന് ടെലിപ്പോർട്ടായി പോകുന്നു. ക്രോസ് ചെയ്യാം. ഇനി ഇങ്ങനെ വെച്ചാൽ അതിൻ്റെ അടുത്ത് ക്രോസ് ചെയ്യാനില്ല. ഇതുവഴി നമുക്ക് ബൈക്ക് എടുക്കുകയാണെങ്കിൽ സൈക്കിൾ അപ്പുറത്ത് ചെക്കുന്നുണ്ട്. സംശയമല്ലേ? സംശയമുണ്ട്. കേട്ടാ, ഞാനത് BMW ആണ്. The Garlil Flanders direction towards Garlil Flanders. അതെ. ഒരു മിനിറ്റ് ഉള്ളിൽ വരും. കണ്ടോ, ഒരു മിനിറ്റ് സമയത്ത് ചങ്ങ നടത്തി ഇതെടുക്ക്. കൈയൊക്കെ തടത്തിട്ട് വരച്ചല്ലോ. എനിക്ക് പിടിച്ചിരുന്നു. അവിടെ നിൽക്കുന്നു. ഇങ്ങനെ ടാപ്പ് ചെയ്താലും നമ്മൾ കയറ്റാടുന്നു. ഇതാണ് ട്രാം. കറക്റ്റ് ടൈമിൽ ട്രാം വന്നു. അല്ലെ പിന്നെ ട്രാമിൻ്റെ എക്സ്പീരിയൻസ് കൂടെ എടുത്തേക്കാം. ബേസിക്കലി ഇതുവരെയാണ്. പിന്നെ അവിടെ ഒരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ ഞെക്കുമ്പോൾ തുറന്നു തരും. അതിങ്ങനെ സിസ്റ്റം കൂടുതൽ ഇരിക്കാനുള്ള സിസ്റ്റം. വണ്ടി എടുക്കും. നല്ല തണുപ്പ്. ഈ അകത്ത് തന്നെ ഇപ്പം ചൂടുണ്ട്. ചൂടില്ലേ? നല്ല ചൂടാ. നല്ല ഫീലിംഗ്. നല്ല ചൂട്. നല്ല തണുപ്പാണ്. അയ്യോ, Now it's better. കൈ മരിച്ച് ആദ്യമായിട്ടാണ് മരിച്ച്. ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല മരിച്ച്. ഞാനതാ മരക്കത്തില്ല, പക്ഷെ മരിച്ച്. സൂപ്പർമാൻ ആണല്ലേ? അതെ. ഞാൻ അവിടെ ചെന്നിട്ട് നമ്മൾ സ്റ്റോപ്പ് എത്തി. സെയിം സ്റ്റോപ്പാണ്. മുമ്പേ നിന്നത് അവിടെ ആയിട്ടാണ്. ഇപ്പം നമ്മൾ തിരിച്ചിങ്ങോട്ട് വന്നുകൊണ്ട് ഇവിടെ നിന്ന് ഒരു സെറ്റപ്പ് ഉണ്ട് നടക്കാൻ വേണ്ടി. വീണ്ടും ഞങ്ങൾ നടക്കാൻ സ്റ്റാർട്ടായിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടെ ഒരു ഫുൾ റൗണ്ട് അടിക്കാൻ പ്ലാനാണ്. ഞങ്ങൾ അവിടെ അങ്ങോട്ട് കടന്നില്ല. അപ്പോൾ അങ്ങോട്ട് കടന്ന് നോക്കാൻ വേണ്ടി വഴി ലെഫ്റ്റ് റൈറ്റ് എടുക്കാം. അതെ, കുറേ ചെടികളൊക്കെ ഉണ്ട്. തോമസ് എവറി ടൈം എനിക്ക് കിട്ടി. പക്ഷേ കിട്ടിയോ? സൂക്ഷിച്ചു. വെള്ളമാണല്ലോ. അതെ, വെള്ളം അടിക്കുന്ന ആ മെഷീൻ ഉണ്ടോ? അത് പക്ഷെ ആ മെഷീൻ ഞാൻ കണ്ടില്ല. എനിക്കൊന്ന് ഓൾറെഡി മഞ്ഞിൻ്റെ ആയിരിക്കാം. ആ വഴി പോയാലോ? ഈ വഴി കറക്റ്റാണ്. ഇച്ചിരി ഇരുണ്ടായിരിക്കുന്നത്. നമുക്ക് ഇതുവഴി പോവാ. അവിടെ എന്തോ സ്പെഷ്യൽ സെറ്റപ്പ് ആയിരിക്കും തോന്നുന്നു. അത് ടോയ്ലറ്റാണ്. ചെടിയൊക്കെയാ. അതെന്നാ ബിൽഡിങ് അടുത്തുണ്ട്. സെക്കൻഡ് വൺ ടൈം വന്നു. ഇവിടെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ വീട്ടിൽ എനിക്ക് അതെന്നാന്ന് അറിയണ്ട. ആ ഒരു ബോക്സ് സെറ്റപ്പ് കഴിക്കുന്നത് ഒരു ബോർഡായി വന്നെ. ബോർഡാണെങ്കിൽ കുഴപ്പമില്ല. ബിൽഡിംഗ് ആയ എന്തോ പ്രശ്നം. ബിൽഡിംഗ് ആണ് എന്നാന്ന് കാണുന്നത്. ഇതാ കുറച്ച്. പക്ഷെ നീ വ്ളോഗ് എടുക്കി. ഓക്കെ. ബോർഡാണില്ലേ? അത് ആയിരിക്കണ്ടേ? എന്തൊരു ഇഷ്ടിക പോലെ, പക്ഷെ ഒരു പില്ലർ പോലെ. അവിടെ ഒരു ശരി. നമുക്ക് അതെന്നാ നോക്കിയിട്ട് ബോർഡ് നോക്കിയിട്ടേ ഒരാൾ നിൽക്കുന്നുണ്ട്. അത് സ്കൾപ്ചർ. ഓക്കെ ഓക്കെ.
I thought someone sitting there. ഞാനത് ഓർത്ത ആദ്യം, പക്ഷേ White color. ടു വൈറ്റ്. ഈ ഇവിടെ അങ്ങനെ പോകാൻ പറ്റുമോ? ശരി, ഇറങ്ങിയപ്പോ ഇത് സ്റ്റെപ്പ് പോലെയാ. അവരുദ്ദേശിച്ചതാ കണ്ടോ, അങ്ങോട്ട് പാത്ത് കണ്ട് എന്തൊരു പില്ലർ പോലെ സാധനം. എന്താ ബിൽഡിങ് പണിയാൻ തുടങ്ങിയിട്ട് പരിപാടി നിർത്തിയാന്ന് തോന്നുന്നു. എന്തെങ്കിലും ഇമ്പോർട്ടൻസ് വേണ്ടേ? ചുമ്മാ ഗ്രാഫിറ്റി ഒന്നും ഇല്ല, പക്ഷേ കുത്തി വരച്ചതേ ഉള്ളു. പെയിന്റ് ബോർഡും അല്ലേ. പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല, ചുമ്മാ നമ്മുടെ നാട്ടിലിരിക്കുന്ന പോലെ ഇതുവഴി അതാ താഴെക്കട പോകുന്ന വിചാരിച്ചു. താഴെക്കട വഴിയില്ലേ? വീഴും വീഴും. ഞങ്ങൾ ഏകദേശം ട്രെക്കിംഗ് ചെയ്യാൻ പോയില്ലേ? അതെ അതെ. ഹോബിയില് അവിടുന്ന് വെള്ളം ഇങ്ങനെ വന്ന് അവിടെ കൂടിയിട്ട് പിന്നെ ഇങ്ങനെ നെക്സ്റ്റ് ടൈം മണിത്തും പിടിക്കും കൊണ്ടുവരാൻ. അതെ അതെ. ഇത് കൊള്ളാം, യെല്ലോ ട്രീസ്. ഇത്രയും കസ്റ്റഡിയുണ്ട്, പക്ഷെ ആരും ഇല്ല. സൺഡേ ആണല്ലേ, സൺഡേ ആൾക്കാർ പോകുന്നുണ്ട് ഇവിടെ. ആയിരിക്കും, മൺഡേ വർക്കിംഗ് ഡേ അല്ലേ? അതെ, അപ്പൊ സൺഡേ റെസ്റ്റ് ഡേ ആയിട്ട് ഓവറായിട്ട് റെസ്റ്റ് ഡേ ആക്കി. അങ്ങനെ വലിയ മോളിലെല്ലാം പോയാൽ അവിടെ എല്ലാ ആൾക്കാരില്ല. സൺഡേ പോപ്പുലേറ്റഡ് ഓൺ വീക്കെൻഡ്സ്. പെട്ടെന്ന് ഇവിടെ ഡേ ഒക്കെ തീർന്നു പോകുന്നത് ഭയങ്കര സ്പീഡില്ല. പിന്നെ ഇങ്ങനെ മുട്ടി തല മുട്ടുന്ന രീതിയിൽ ഒരു വീഡിയോ എടുക്കാൻ പറ്റും. ടച്ച് ചെയ്ത് അതെ, സിനിമാറ്റിക്. എന്നെ നീ ഒന്ന് പോയിട്ട് ബാക്കി പറഞ്ഞുതരാം കേട്ടോ. ഓടിച്ചല്ലേ ചെല്ലടാ ചെല്ലടാ, നീ ക്രോസ് കിട്ടിയാ വരാം. ചുമ്മാ ഇത് കണ്ടോ, വലിയ ഇതെന്ത് മരമാണ്. ഇരുട്ടി. അടുത്ത സ്റ്റോപ്പിൽ നിന്ന് വീട്ടിൽ പോകണം. അടുത്ത സ്റ്റോപ്പ് വരെ നടന്നിട്ട് പരിപാടി ഫുള്ളായിട്ട് നമ്മൾ നിർത്തുക. എന്നാ ഓടാ 100 meters വേണ്ട, ഓടിയിട്ട് ട്രൈ ചെയ്യാം. എനിക്ക് അയ്യ എന്നാതെ പ്രശ്നം. ഓക്കെ ശരി. പ്രോപ്പറായിട്ടില്ല. എനർജി സേവിങ് മോഡിലാണ് ഇപ്പം ഞാൻ. അതെന്തോ ബേർഡ് ഡ്രിഫ്റ്റ് അടിക്കുക. അത് കൂടാന്ന് എനിക്കൊന്ന് അല്ലേ? റീസ്പോൺ പോയിന്റ് എന്തോന്നു. കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു, രസമുണ്ട്. പക്ഷെ വൈകിട്ടാണ് തണുപ്പുണ്ട്. ഉച്ചക്കാണ് നല്ല വെയിലും ആയിരിക്കും. രാവിലെ ആയിരിക്കും ഓൾമോസ്റ്റ് നൈറ്റ് ടൈം. ഈവനിങ് വെയിലൊന്നുമല്ല. എന്നെ ആ ടൈപ്പ് പോക്ക് തന്നെ പുള്ളി എന്നെ ഉദ്ദേശിക്കുന്നത്. ആ പോക്ക് വാലടിച്ച് ഡാൻസ് കളിച്ച് കാണിക്കാൻ നിൽക്കുന്നത്. നമുക്ക് ഡ്രിഫ്റ്റ് ഇട്ട് ഇത് കൊള്ളാം. എന്തിയാ ചെറുക്കൻ എന്തിയാ? ഉണ്ടോ ഡ്രിഫ്റ്റ് അടിക്കാൻ റെഡിയാണോ? ഓ, ഇതെല്ലാം നനഞ്ഞായിരിക്കുന്നത്. ആ പക്ഷി എങ്ങനെ ചാടി, എനിക്ക് വാലടിച്ചിട്ട് പോകുന്നുണ്ടായിരിക്കും. നല്ല ചെറിയ ബ്രോഡായിട്ടുള്ള ഏതാ ആ ബ്രോ? അതാ പറഞ്ഞല്ലേ? ഇവിടെ ഓ, വേറെ അങ്ങോട്ട് ഉണ്ട്. ഐഡിയ ആവുക ഇപ്പൊ. എനിക്കെന്നാ ഫുഡ് തപ്പി വെയിറ്റ് ചെയ്യാൻ തോന്നുന്നു. പക്ഷെ ബ്രെഡ് കൊണ്ടുവന്നാൽ മതിയായിരുന്നു. നമുക്കറിയത്തില്ല താറാവുണ്ടെന്ന്. അല്ല, താറാവുണ്ടെന്ന് ഫോട്ടോയിലുണ്ടായിരുന്നു. ഫുഡ് കൊടുക്കാൻ പറ്റില്ല വേറിരിക്കുന്നു. എന്നെ കണ്ടത് ഓടാൻ തുടങ്ങി. ഒയ്യോ, എതിരാതെ എങ്ങനെ ഫോൺ പോയാൽ പിന്നെ കിട്ടൂല. ഇവിടെ എന്ത് താറാവ്? ഓ ഓ ഓടുന്നുണ്ട്. ഗ്യാങ് ആയിട്ട് പോവാ. യവനെ ഒന്ന് സ്പെഷ്യൽ കണ്ടു. 360 അടിച്ചു.
അടി എനിക്ക് ഒരു മൈൻഡില്ല. ഓ ഇനി മീൻ പിടിക്കാൻ നോക്കുമെന്ന് തോന്നുന്നു. അടിയിലെന്തോ ഉണ്ട്, കണ്ടുപിടിക്കാം. ഈ ഞങ്ങൾ എന്താ ഇപ്പം കൂടുതലായിട്ട് ഇപ്പം നാഷണൽ ജോഗ്രഫി ആയിട്ട് എടുക്കുന്നത്. ചുമ്മാ ഒരു രസമല്ലേ വ്ലോഗ് അതായി ആ ഒരു ഫോട്ടോ എടുക്കട്ടെ. വീഡിയോ ഫോട്ടോ എടുത്തിട്ട് താറാൻ്റെ ഫോട്ടോ എടുത്ത് മടുത്തിട്ട് തിരിച്ചു പോവുക. രസമുണ്ട് പരിപാടിയൊക്കെ. ഇവിടെ നല്ലൊരു സ്മെല്ലുണ്ടല്ലോ. എങ്ങനെ എത്ര നല്ല സ്മെല്ലല്ലേ. അതന്നെയല്ലേ നല്ല ഗ്രൂപ്പായിട്ട് പോവാം. ജസ്റ്റ് ഇടയ്ക്ക് പറന്നു പോവാ അറിയത്തൂര്. ഒരുമാതിരി ഫ്ലാഷ് ഓഫ് ബീസ് ഇങ്ങനെ പോകുന്ന പോലെ. ഈ വ്യൂ ഈ സൺറൈസ് ചെയ്യാവേണ്ട സമയത്ത് പറഞ്ഞു ഇവിടെ. അതെ അതെ അടുത്തയച്ചാലാ പ്രത്യേകിച്ച്. പക്ഷെ ഇവിടെ അത്ര വലിയായിട്ട് കാണത്തില്ല സണ്ണൊന്നും. എന്നാലും നോക്കാം, ട്രൈ അടിക്കണ്ട. അല്ല അടുത്ത ട്രാം സ്റ്റോപ്പ് എവിടെയാന്ന് അങ്ങനെ അറിയുന്നേ. നടന്നോ. ഇതൊക്കെ ആൾക്കാരുണ്ട്. ഒരു ഞാൻ കണ്ടായിരുന്നു. ഇങ്ങോട്ട് ഞങ്ങൾക്ക് 2 ഫോട്ടോ എടുക്കാമായിരുന്നു. ഫോട്ടോ എടുത്ത് ഞങ്ങളിപ്പോൾ പോവാ, ഡോറയുടെ എക്സ്പ്ലോറർ ആയിട്ട് പോവാ. അതെ അതെ എക്സ്പ്ലോർ അടിക്കുക. നമ്മൾ ട്രാം സ്റ്റോപ്പ് തപ്പി പോകണം. നിന്റെ ഫോണിലൊന്ന് തപ്പിക്കേ അടുത്ത ട്രാം സ്റ്റോപ്പ് എവിടെയാണ്. ഹോട്ട്സ്പോട്ട് ഉണ്ട്. ഇറക്കറ ഇവിടെയൊക്കെ ആയിട്ട് ഇരിക്കേണ്ടതാണ്. കൊതിയിരുന്നില്ല, ചെടി ഉണ്ടെന്ന് തോന്നുന്നു. അതിനാ നല്ല രസമുണ്ട് താരമൊക്കെ കാണാൻ. താഴോട്ട് ഇറങ്ങി ചെന്ന് തെന്നിയൊന്നും ഡൗട്ടില്ല. അതില് തെന്നി അങ്ങോട്ട് വീഴും, പ്ലക്കെന്ന് ഇറങ്ങി. ഇവിടെ 4 മിനിറ്റിലുണ്ട്. അങ്ങോട്ട് നേരെ പോകാനോ? ആ അപ്പം അവിടെ നിന്ന് നമ്മളിനി കയറി വീട്ടിൽ പോകാൻ വിചാരിച്ചു. ഇത് രസമുണ്ട് കേട്ടോ. എന്തോ ഓക്കെ, ഞങ്ങൾക്ക് ഫസ്റ്റ് ഇവിടെ നിന്ന് ഇവിടെ ഈ സ്പോട്ടിലാണ് ലെഫ്റ്റ് അടിച്ച് പോകണം. ലെഫ്റ്റ് സൈഡിലാ? 3 മിനിറ്റിൽ പോകണം. ബസ് അറിയിപ്പോൾ ബസ്സാണ്. ബസ്സിൽ ട്രാം 8 മിനിറ്റ്സ്. 8 മിനിറ്റ്സ്. ഇവിടെ നിന്ന് നടക്കാൻ എത്ര നേരം ഉണ്ട്? 3 മിനിറ്റ്. അപ്പോൾ പിന്നെ പതിയെ നോർമൽ സ്പീഡ് കിടന്നാൽ പോരെ. അത്ര മതി. ഞാൻ സ്റ്റാർട്ടിങ്ങിന് അത് ബൈക്ക് ജമ്പ് ചെയ്യാൻ വേണ്ടിയാണ്. അല്ല തെറ്റിപ്പോയി. ബൈക്ക് സ്റ്റോപ്പ് ചെയ്യാനുള്ള സാധനം തോന്നുന്നു. അവിടുന്ന് അങ്ങോട്ട് വഴിയില്ല. ഒരാശം ട്രൈ അടിക്കുന്നു. ബഹളമാണല്ലോ. ഉണ്ട്, കണ്ണ് കാണാത്തതുണ്ട്. എനിക്ക് ഡൗട്ടില്ലേ. കാണാൻ രസമുണ്ട്. ഹായ്, സോ അമേസിങ്. ഇതാരുടെ വീട്ടിലോട്ട് പോയ പോലെ ഉണ്ടല്ലോ ഇപ്പം. നൈസായിട്ട് ആരാണോ ഇവിടെ വീട്? അത് കടയാണ്, റെസ്റ്റോറൻറ്റ്. മൈക്കലിൻ്റെ വീട് പോലെ. അതെ അതെ അതെ, വേറൊരു ഡിഫറെൻറ്റ് ലുക്കാണ്. രസമുണ്ട് കാണാൻ. എനിക്കൊന്ന് റെസ്റ്റോറൻറ്റ് അയക്കണം. ഒറ്റ ഇവിടെ വരുന്നു. ഇങ്ങോട്ട് കിടന്ന ഓ അത്ര പോകണ്ട. ആ അതെ, ഇതുവഴി നടക്കുന്ന ഡാം. വീണ പണിയായി, വീണില്ലെങ്കിൽ സൂക്ഷിച്ചേ. കയറിയ ഫോൺ പോക്കറ്റ് വെക്കും. അങ്ങോട്ട് തിരിഞ്ഞു. നല്ല ജസ്റ്റ് ഇവിടെ ഗ്യാപ്പ്, നല്ല തിൻ ഗ്യാപ്പാ. ഫോൺ സൂക്ഷിച്ചു പിടിച്ചോ. നല്ല രസമുണ്ട് കാണാൻ.
നമുക്ക് ട്രാം പിടിക്കുന്ന നമ്മൾ സീക്രട്ട് വേ കണ്ടുപിടിച്ചിരിക്കുകയാണ്. പോകണം. അത് റെസ്റ്റോറൻറ്റ് പോലെ. ഞാൻ എൻ്റെ പ്രോപ്പർ നേരെ നടന്ന് ഇങ്ങനെ വരച്ചായിരിക്കും നടക്കുന്നത്. എന്താ ഇവിടെ ഇരിക്കുന്നവിടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഒന്ന് ഇടയ്ക്ക് നല്ല സ്പോട്ടൊക്കെ കിടക്കാൻ. രാത്രി സെക്യൂരിറ്റി ഒന്ന് 24 തന്നെ കേട്ടോ. ഞാൻ കണ്ടായിരുന്നു 24 hour. ഇവിടെ വന്നാൽ നല്ല രസമായിരിക്കും. ഇവിടെ കിടന്ന് രാവിലെ ഇങ്ങനെ നല്ല സൺറൈസ് ആയിരിക്കും. ഇവിടെ പോലീസായിട്ട് അത് ശരിയാ. രാത്രി നല്ല തണുപ്പാണല്ലോ. അതന്നെ കുറേമാർ ഇവിടെ ഉണ്ട്. അതിനെ ചിരിക്കുകയാണോ? ഒയ്യോ അത് കൊള്ളാം. അതൊരു ഗ്യാങ്ങാ. ആ സെറ്റ് പാർക്കൊക്കെ അവിടെ പിള്ളേർക്ക്. നമ്മളൊക്കെ ഇരുന്ന് ഒടിഞ്ഞു പോകും. എല്ലാവരും ഓടാൻ തുടങ്ങി നമ്മളെ കണ്ട്. അതല്ലേ ഹലോ എൻ്റെ പേര് ഓ സിഗ്മ. എന്തോ ആ സൈഡാ നമുക്ക് പോവാം. പിന്നെ ആ സൈഡാ ഉറപ്പാ തിരിച്ച് എല്ലാവരും ഫുട്ബോൾ കളിക്കുന്നു. ആൾക്കാർ ജോഗിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതുവഴി എക്സിറ്റ് ചെയ്തിട്ട ഇല്ല 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 വാ വാ അതുവഴി ഇല്ലടാ. പുല്ലിക്കൂടെ നടക്കാം. ഇവിടെ നമ്മൾ നിൽക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. ഇതാ സ്റ്റോപ്പ്. പണി കിട്ടിയെന്ന് ഡൗട്ടില്ല. അതില്ല അത്യാവശ്യം തണുപ്പായതുകൊണ്ടേ. 3 മിനിറ്റ് കൂടെ ഉണ്ട്. അതെ 3 മിനിറ്റുള്ളിൽ സ്ക്രീനെ നമുക്ക് കാണാം. അവിടുത്തെ സ്ക്രീനുകൾ ഇവിടെയാണ്. അപ്പുറത്താണോ നിൽക്കണ്ടേ? ഇവിടെയാണ് നമ്മൾ നിൽക്കേണ്ടത്. ചെറിയ സ്കൂട്ടീസൊക്കെ ഉണ്ട്. അത് കാണാൻ നല്ല രസമുണ്ട്. അവിടെ എൻഡിൽ ഒരു സൺസെറ്റ്. ഇത് പൈസ കൊടുത്ത് നമ്മുടെ ഊബറിൻ്റെ ലൈം പോലത്തെ സ്കൂട്ടീസാണ്. പൈസ എടുത്ത് ഓടിക്കാം. ഇതേ നമ്മൾ സംഭവം ടാപ്പ് ചെയ്യണം. അതാണ് റെഡി. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ സംഭവം. തിരിച്ച് വീട്ടിലോട്ട് പോവുക. എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടിയുള്ളത്? നല്ലൊരു എക്സ്പീരിയൻസ്. നമുക്ക് ഇഷ്ടപ്പെട്ടു. ഗാർഡൻ ഇഷ്ടപ്പെട്ടു. നല്ലതായിരുന്നു. അപ്പോൾ വേണ്ട നമ്മുടെ ട്രാം വരുന്നു. ഞാൻ തുമ്മി അവസാനമായിരുന്നു. എനിക്ക് നാളെ പണി കിട്ടുമെന്ന് ഡൗട്ടില്ലാതില്ല. അതാണ് ട്രാം. അതിന് നമ്മൾ പോവുക. അപ്പോൾ ശരി. ഓക്കെ ഗൈസ് ബൈ.